ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 10th ലെവൽ പ്രിലിംസിൻ്റെ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നമ്മൾ സിലബസിൽ നിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. റാങ്ക് മേക്കിംഗ് ആയിട്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള 2 ടോപ്പിക്കുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഊർജ്ജ മേഖലയിലും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി. ഇതിൽ തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ, അതുപോലെ തന്നെ റെയിൽവേ, ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ളതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഉറപ്പായും പഠിച്ചിരിക്കുക. റാങ്ക് മേക്കിംഗ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ത്യൻ റെയിൽവേ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള PSC ചോദിച്ചിട്ടുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുമാണ് ആദ്യം നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഖൂം റെയിൽവേ സ്റ്റേഷൻ, ഡാർജിലിംഗ് ആണ്. 2258 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2258 മീറ്റർ ഉയരത്തിലാണ് ഖൂം റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഡാർജിലിംഗിലാണ്. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം: ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ റെയിൽവേ തുരങ്കം. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ റെയിൽവേ തുരങ്കം കൊങ്കൺ റെയിൽവേ പാതയിലെ ഖുർബൂദ് തുരങ്കമാണ്. 6.45 കിലോമീറ്റർ ആണ് ഈ തുരങ്കത്തിൻ്റെ നീളമെന്ന് പറയുന്നത്. അടുത്തത് രണ്ടാമത്തെ ചോദ്യം: ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം. ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ബീഹാറിലെ സോൺ നദിക്ക് കുറുകെയുള്ള ബഹ്രി പാലമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ തീവണ്ടി എൻജിൻ പൈലറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ തീവണ്ടി എൻജിൻ പൈലറ്റ് ആരാണ്? സുരേഖ ബോൺസ്ലെ. 1990 മുംബൈയിലാണ് അദ്ദേഹം ആദ്യമായി പൈലറ്റായിട്ട് സ്ഥാനമേറിയത്. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ തീവണ്ടി എൻജിൻ പൈലറ്റ് ആരാണ്? സുരേഖ ബോൺസ്ലെ ആണ്. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്റ്റേഷൻ മാസ്റ്റർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്റ്റേഷൻ മാസ്റ്റർ ആരാണ്? റിങ്കു സിൻഹ റോയ്. റിങ്കു സിൻഹ റോയ്. അടുത്ത ചോദ്യം: റെയിൽവേ എൻജിൻ കണ്ടുപിടിച്ചത് ആര്? റെയിൽവേ എൻജിൻ കണ്ടുപിടിച്ചത് ആര്? ജോർജ് സ്റ്റീഫൻസൺ ആണ് റെയിൽവേ എൻജിൻ കണ്ടുപിടിച്ചത്. അടുത്ത ചോദ്യം: കേരളം ഉൾപ്പെടുന്ന റെയിൽവേ സോൺ. സതേൺ സോൺ ആണ് കേരളം ഉൾപ്പെടുന്ന റെയിൽവേ സോൺ. കേരളം ഉൾപ്പെടുന്ന റെയിൽവേ സോൺ ഏതാണ്? സതേൺ സോൺ ആണ്. അടുത്ത ചോദ്യം: ഡൽഹി മെട്രോ പ്രോജക്റ്റ് ഏത് വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡൽഹി മെട്രോ പ്രോജക്റ്റ് ഏത് വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം: ജപ്പാൻ. ഡൽഹി മെട്രോ പ്രോജക്റ്റ് ഏത് വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം: ജപ്പാൻ. അടുത്ത ചോദ്യം: രവീന്ദ്രനാഥ് ടാഗോറിന്റെ 150ാം ജന്മദിന വാർഷികത്തിൽ ആരംഭിച്ച ട്രെയിൻ സർവീസ്. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. രവീന്ദ്രനാഥ് ടാഗോറിന്റെ 150ാം ജന്മവാർഷികത്തിൽ ആരംഭിച്ച ട്രെയിൻ സർവീസ് ഏതാണ്? സംസ്കൃതി എക്സ്പ്രസ്. ഉത്തരം: സംസ്കൃതി എക്സ്പ്രസ്. അടുത്ത ചോദ്യം ഇതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച ട്രെയിന്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ചത് ഏത് ട്രെയിനാണ്? ജതാബ്ദി ട്രെയിൻ. ജബാബ്ദി ട്രെയിൻ. അടുത്ത ചോദ്യം: ഏറ്റവും അധികം സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന തീവണ്ടി. ഏറ്റവും അധികം സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന തീവണ്ടി ഏതാണ്? മംഗലാപുരം മുതൽ ജമ്മു താവി വരെയുള്ള ജനയുഗ എക്സ്പ്രസ് ആണ്. ഏറ്റവും അധികം സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന തീവണ്ടിയാണ് മംഗലാപുരം മുതൽ ജമ്മു താവി വരെ നവയുഗ എക്സ്പ്രസ്. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് വിവേക് എക്സ്പ്രസ്. ഉത്തരം: വിവേക് എക്സ്പ്രസ്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് വിവേക് എക്സ്പ്രസ് ആണ്. അടുത്ത ചോദ്യം: കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗ്ലൂർ വരെയാണ്. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗ്ലൂർ വരെ. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ദേശീയപാത
കേരളത്തിലെ ആദ്യത്തെ ദേശീയപാത ഏതാണ്? NH47. കന്യാകുമാരി മുതൽ സേലം വരെയുള്ള NH47 ആണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയപാത. അടുത്ത ചോദ്യം, റെയിൽവേ കോച്ച് ഫാക്ടറി എവിടെ? റെയിൽവേ കോച്ച് ഫാക്ടറി എവിടെയാണ്? ഉത്തരം കപൂർത്തല. ഉത്തരം കപൂർത്തല. റെയിൽവേ കോച്ച് ഫാക്ടറി എവിടെ സ്ഥിതി ചെയ്യുന്നു? കപൂർത്തല. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി പേരമ്പൂർ ആണ്. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി പേരമ്പൂർ ആണ്. റെയിൽവേ വീൽ ഫാക്ടറി യലഹങ്കയാണ്. യലഹങ്കയാണ് റെയിൽവേ വീൽ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷന്റെ ഭാഗമായി വന്ന ബസ് സർവീസ് ഏത്? ശ്രദ്ധിക്കുക, ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷന്റെ ഭാഗമായി വന്ന ബസ് സർവീസ് KURTC ആണ് വന്നത്. ആസ്ഥാനം കൊച്ചിയിലെ തേവരയാണ്. അടുത്തത്, ഗ്രാൻഡ് ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്നത് എവിടം മുതൽ എവിടം വരെയാണ്? കൊൽക്കത്ത മുതൽ അമൃതസർ വരെയാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്നത്. അടുത്തത്, ഏറ്റവും വേഗതയുള്ള ട്രെയിൻ ഗതിമാൻ എന്നാൽ ഏറ്റവും വേഗം കുറഞ്ഞ ട്രെയിന്? നീലഗിരി മൗണ്ടൻ റെയിൽവേ. ഏറ്റവും വേഗതയുള്ള ട്രെയിൻ എന്ന് പറയുന്നത് ഗതിമാനാണ്. എന്നാൽ ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിൻ ഏതാണ്? നീലഗിരി മൗണ്ടൻ റെയിൽവേ ആണ്. അടുത്ത ചോദ്യം, വനിതകൾക്ക് മാത്രമായി ഉത്തർപ്രദേശ് സർക്കാർ ആരംഭിച്ച ട്രെയിൻ സർവീസ്. വനിതകൾക്ക് മാത്രമായി ഉത്തർപ്രദേശ് സർക്കാർ ആരംഭിച്ച ട്രെയിൻ സർവീസ്. ഉത്തരം പിങ്ക് എക്സ്പ്രസ്. ഉത്തരം പിങ്ക് എക്സ്പ്രസ്. അടുത്ത ചോദ്യം, കൊച്ചി മെട്രോയുടെ മാനേജിംഗ് ഡയറക്ടർ. കൊച്ചി മെട്രോയുടെ മാനേജിംഗ് ഡയറക്ടർ. ഉത്തരം ഏലിയാസ് ജോർജ്. ഏലിയാസ് ജോർജ് ആണ് കൊച്ചി മെട്രോയുടെ മാനേജിംഗ് ഡയറക്ടർ. അടുത്ത ചോദ്യം, ഡൽഹി മെട്രോയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ഡൽഹി മെട്രോയുടെ ഇപ്പോഴത്തെ ചെയർമാൻ മൻകൂൺ സിംഗ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ റെയിൽവേ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ റെയിൽവേ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചാണക്യപുരി, ന്യൂഡൽഹി. ഇന്ത്യൻ റെയിൽവേ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ചാണക്യപുരി, ന്യൂഡൽഹി. അടുത്ത ചോദ്യം, റെയിൽവേ സർവകലാശാല നിലവിൽ വരുന്നത്. വഡോദര, ഗുജറാത്ത്. റെയിൽവേ സർവകലാശാല നിലവിൽ വരുന്നത് വഡോദര, ഗുജറാത്ത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ റെയിൽവേ ഏറ്റവും വൃത്തിയുള്ള റെയിൽവേ സ്റ്റേഷനായി തിരഞ്ഞെടുത്തത്. ഇന്ത്യൻ റെയിൽവേ ഏറ്റവും വൃത്തിയുള്ള റെയിൽവേ സ്റ്റേഷനായി തിരഞ്ഞെടുത്ത ഏതാണ്? സൂററ്റ് ആണ്. ഉത്തരം സൂററ്റ്. അടുത്ത ചോദ്യം, ആദ്യ ഭൂഗർഭ റെയിൽവേ നിലവിൽ വന്നത് എവിടെ? ആദ്യ ഭൂഗർഭ റെയിൽവേ നിലവിൽ വന്നത് എവിടെ? ഉത്തരം കൊൽക്കത്ത. ആദ്യ ഭൂഗർഭ റെയിൽവേ നിലവിൽ വന്നത് കൊൽക്കത്തയിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം. ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം ജപ്പാൻ. ഉത്തരം ജപ്പാൻ. ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം ജപ്പാൻ. അടുത്ത ചോദ്യം, വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ട്രെയിൻ. വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ട്രെയിൻ. ഉത്തരം രാജധാനി എക്സ്പ്രസ്. ഉത്തരം രാജധാനി എക്സ്പ്രസ്. വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ട്രെയിൻ രാജധാനി എക്സ്പ്രസ്. അടുത്ത ചോദ്യം, ഗൂഗിളിൻ്റെ സൗജന്യ വൈഫൈ നിലവിൽ വന്ന ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷൻ. ഗൂഗിളിൻ്റെ സൗജന്യ വൈഫൈ നിലവിൽ വന്ന ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷൻ. ഉത്തരം മുംബൈ സെൻട്രൽ. ഉത്തരം മുംബൈ സെൻട്രൽ. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ത്യൻ റെയിൽവേ ഗതാഗതവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്, ഇനി ചോദിക്കാനും സാധ്യതയുള്ളവയാണ്. അപ്പോൾ അടുത്തത് നമ്മൾ പഠിക്കുന്നത് തുറമുഖങ്ങൾ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളുടെ ഒരു ഓവറോളായിട്ട് കണക്ട് ചെയ്ത് നമ്മളങ്ങ് പഠിക്കുകയാണ്. നമുക്ക് നോക്കാം തുറമുഖങ്ങൾ. ആദ്യത്തേതാണ് കൊൽക്കത്ത ടു ഹാൽദിയ. നോക്കിക്കേ, ഹുഗ്ലി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന കൊൽക്കത്ത തുറമുഖം ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖമാണ്. എവിടെയാണ് ഈ കൊൽക്കത്ത തുറമുഖം? ഏത് നദീതീരത്താണ്? ഹുഗ്ലി നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏക, ഇതാണ് പോയിന്റ് നോട്ട് ചെയ്യുക, ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖമാണ് ഏത്? കൊൽക്കത്ത തുറമുഖം. പ്രധാനമായും കൽക്കരിയും പെട്രോളിയവുമാണ് കൈകാര്യം ചെയ്യുന്നത്. പ്രധാനമായും കൽക്കരിയും പെട്രോളിയവുമാണ് കൈകാര്യം ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, പശ്ചിമ ബംഗാളിലെ
പ്രധാന തുറമുഖമാണ് ഹാൽഡിയ. പശ്ചിമ ബംഗാളിലെ പ്രധാന തുറമുഖമാണ് ഹാൽഡിയ. അപ്പം ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖം ഏതാണ്? കൊൽക്കത്ത തുറമുഖമാണ്. ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഹൂഗ്ലി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമ ബംഗാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖമാണിത്. അതുപോലെ തന്നെ പ്രധാനമായും കൽക്കരിയും പെട്രോളിയവുമാണ് കൈകാര്യം ചെയ്യുന്നത്. അടുത്താണ് പാരദീപ് തുറമുഖം. പാരദീപ് തുറമുഖം നമുക്ക് നോക്കാം. കിഴക്കൻ തീരത്തു ഇരുമ്പയിര് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് പാരദീപിലൂടെയാണ്. പാരദീപ് തുറമുഖത്തിന്റെ ആദ്യത്തെ പ്രത്യേകതയാണ് കിഴക്കൻ തീരത്ത് ഇരുമ്പയിര് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് പാരദീപ് തുറമുഖത്തിലൂടെയാണ്. 1964 പ്രവർത്തനം ആരംഭിച്ചു. 1966 ഏപ്രിൽ 18 മേജർ തുറമുഖ പദവി ലഭിച്ചു. പാരദീപ് തുറമുഖം 1964 പ്രവർത്തനം ആരംഭിക്കുകയും 1966 ഏപ്രിൽ 18 മേജർ തുറമുഖ പദവി ലഭിക്കുകയും ചെയ്തു. അപ്പോൾ പാരദീപ് തുറമുഖത്തെ പറ്റി രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. കിഴക്കൻ തീരത്ത് ഇരുമ്പയിര് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് പാരദീപിലൂടെയാണ്. 1964 പ്രവർത്തനം തുടങ്ങിയത്. 1966 ഏപ്രിൽ 18 മേജർ തുറമുഖ പദവി പാരദീപ് തുറമുഖത്തിന് ലഭിച്ചു. അടുത്തതാണ് മൂന്നാമത്തത് വിശാഖപട്ടണം തുറമുഖം. വിശാഖപട്ടണം തുറമുഖം തിളങ്ങുന്ന രത്നം എന്നറിയപ്പെടുന്ന തുറമുഖമാണ് വിശാഖപട്ടണ തുറമുഖം. തിളങ്ങുന്ന രത്നം എന്നറിയപ്പെടുന്ന ഏതാണ്? വിശാഖപട്ടണ തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന തുറമുഖങ്ങളിൽ ഒന്നാണ് വിശാഖപട്ടണം തുറമുഖമായിട്ടുള്ളത്. ഇനി ഇന്ത്യയിലെ അന്തർവാഹിനി നിർമ്മാണ കേന്ദ്രം വിശാഖപട്ടണത്താണ്. ഇന്ത്യയിലെ അന്തർവാഹിനി നിർമ്മാണ കേന്ദ്രം വിശാഖപട്ടണത്താണ്. അടുത്തത് ഏറ്റവും ആഴം കൂടിയ മേജർ തുറമുഖം ഏതാണ്? അതും വിശാഖപട്ടണം തുറമുഖമാണ്. ഏറ്റവും ആഴം കൂടിയ മേജർ തുറമുഖമാണ് വിശാഖപട്ടണം. 17 മീറ്ററാണ് ആഴമുള്ളത്. അടുത്തത് നാലാമത്തത് എണ്ണൂർ തുറമുഖം. തമിഴ്നാട്ടിലെ എണ്ണൂർ തുറമുഖം 1999 മേജർ തുറമുഖ പദവി എണ്ണൂർ തുറമുഖത്തിന് കിട്ടിയത്. തമിഴ്നാട്ടിലെ എണ്ണൂർ തുറമുഖത്തിന് 1999 മേജർ തുറമുഖ പദവി ലഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് തുറമുഖമാണ് എണ്ണൂർ തുറമുഖം. നോട്ട് ചെയ്യുക, ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് തുറമുഖമാണ് എണ്ണൂർ തുറമുഖം, തമിഴ്നാട്ടിലുള്ള എണ്ണൂർ തുറമുഖം. അടുത്തത് നമ്മൾ പഠിക്കുന്നത് അഞ്ചാമത്തെ തുറമുഖമാണ് ചെന്നൈ. ചെന്നൈ തുറമുഖം തമിഴ്നാട്. തെക്കേ ഇന്ത്യയിലേക്കുള്ള കവാടം എന്നാണ് അറിയപ്പെടുന്നത്. തെക്കേ ഇന്ത്യയിലേക്കുള്ള കവാടം എന്നാണ് ചെന്നൈ തുറമുഖം അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ ഹാർബർ ചെന്നൈ തുറമുഖത്തിനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ ഹാർബർ ചെന്നൈ തുറമുഖത്തിനാണ്. മുംബൈ കഴിഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമാണ് ചെന്നൈ തുറമുഖം. മുംബൈ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമാണ് ചെന്നൈ തുറമുഖം. അടുത്ത പോയിന്റ്, ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ആക്രമിക്കപ്പെട്ട ഏക ഇന്ത്യൻ തുറമുഖം. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ആക്രമിക്കപ്പെട്ട ഏക ഇന്ത്യൻ തുറമുഖം അതേതാണ്? ചെന്നൈ തുറമുഖമാണ്. അടുത്ത ആറാമത്തത് നമ്മൾ പഠിക്കുന്നത് തൂത്തുക്കുടി തുറമുഖമാണ്. ഇന്ത്യയിലെ തെക്കേ അറ്റത്തുള്ള തുറമുഖം. ഇന്ത്യയിലെ തെക്കേ അറ്റത്തുള്ള തുറമുഖമാണ്. അതുപോലെ തന്നെ OV ചിദംബരം തുറമുഖം എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതൊന്ന് നോട്ട് ചെയ്യുക. OV ചിദംബരം തുറമുഖം എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് തൂത്തുക്കുടി തുറമുഖത്തിന്. പാണ്ഡ്യ രാജാക്കന്മാരുടെ പ്രധാന തുറമുഖമാണ് തൂത്തുക്കുടി തുറമുഖം. തൂത്തുക്കുടി നഗരം ഇന്ത്യയുടെ മുത്ത് നഗരം എന്നാണ് അറിയപ്പെടുന്നത്. തൂത്തുക്കുടി നഗരം ഇന്ത്യയുടെ മുത്ത് നഗരം എന്നാണ് അറിയപ്പെടുന്നത്. പ്രധാനമായും ഈ തുറമുഖത്തിലൂടെ കൈകാര്യം ചെയ്യുന്നത് ഉപ്പാണ്. പ്രധാനമായും ഈ തുറമുഖത്തിലൂടെ കൈകാര്യം ചെയ്യുന്നത് ഉപ്പാണ്. ഏഴാമത് നമ്മൾ പഠിക്കുന്നതാണ് പ്ലോട്ട് ബ്ലെയർ അഥവാ ആൻഡമാൻ നിക്കോബാർ തുറമുഖം. പ്ലോട്ട് ബ്ലെയർ തുറമുഖം എന്താണെന്ന് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും അവസാനമായ മേജർ പദവി ലഭിച്ച തുറമുഖമാണ് പ്ലോട്ട് ബ്ലെയർ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും അവസാനമായി മേജർ പദവി ലഭിച്ച തുറമുഖം ഏതാണ്? പ്ലോട്ട് ബ്ലെയർ തുറമുഖം. അടുത്ത പോയിന്റ്, സൗദി അറേബ്യ, US, സിംഗപ്പൂർ,
കപ്പൽ പാതയിലാണ് ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്? സൗദി അറേബ്യ, US, സിംഗപ്പൂർ കപ്പൽ പാതയിലാണ് പോർട്ട് ബ്ലെയർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യയിലെ തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പം ഇന്ന് നമ്മൾ ഗതാഗത വാർത്താവിനിമയ മേഖലയിലെ പുരോഗതി ആ ടോപ്പിക്കിൽ നിന്നും ഇന്ത്യൻ റെയിൽവേ എന്ന ടോപ്പിക്ക് മാത്രമാണ് പഠിച്ചത്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ തുറമുഖങ്ങൾ ഇത് രണ്ടും പഠിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ടിടാം. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക്